കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേൻ്റെ തൊട്ട് ചാരിയുള്ള വെങ്കുളത്ത് കണ്ടു. അവിടെ പോയിട്ട് റൺവേയും ഫ്ലൈറ്റ് പോകണമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ പോവാണ്. പ്രകൃതി രമണീയം എന്ന് തന്നെ പറയാം, അത്രയും ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക, അപ്പം നമ്മളിതാ ഒരു മോർണിംഗ് വ്ളോഗായിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ രാവിലെ തന്നെ പോണത് നമ്മളെ കൊണ്ടോട്ടി എയർപോർട്ടിൻ്റെ, അതായത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ റൺവേൻ്റെ തൊട്ട് ചാരിയുള്ള വെങ്കുളത്ത് കണ്ടു. അവിടെ പോയിട്ട് റൺവേയും ഫ്ലൈറ്റ് പോകണമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിൽ പോവാണ്. പോയി കഴിഞ്ഞപ്പോഴുള്ള സ്ഥിതി എന്താ വെച്ചാൽ, വെയിലുകൊണ്ട് സംഭവങ്ങൾ വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. ഇവിടെ ചെല്ലുമ്പോഴുള്ള അവസ്ഥ എന്താ വെച്ചാൽ, ഇവിടെ ഫുള്ള് ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ സന്ദർശകർക്ക് പ്രവേശനം നിരോധിച്ചിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഷുഹൈബും ആസിഫാക്കിയും പാടുണ്ട്. നേരെ പോണത് എയർപോർട്ടിൻ്റെ ഈ രണ്ടാമത്തെ സ്ഥലത്ത് കണ്ടു. രണ്ടാമത്തെ സ്ഥലത്തേക്ക് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒന്നും കൂടി അടുത്ത് കാണാം ഈ വെങ്കുളത്തിൻ്റെ ഈ തൊട്ട് ചാരിയുള്ള സ്ഥലം. ഈ കാഴ്ച കാണാനും അതേപോലെ ഈ പ്രകൃതി രമണീയം എന്ന് തന്നെ പറയാം, അത്രയും ഭംഗിയുള്ള സ്ഥലം കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടെ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഫോട്ടോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടി മുന്നോട്ട്, അതായത് ഏകദേശം നമ്മളെ റൺവേന് തൊട്ട് ചാരി ഏകദേശം കാണട്ടോ. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ റൺവേയും അതേപോലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതും കാര്യം. ശരിക്കും ഇവിടെ വരാൻ പറ്റിയ സമയം എന്താ വെച്ചാൽ വൈകുന്നേരമാണെന്നാണ് തോന്നുന്നത്. കാരണം ഒന്നും കൂടി ഈ വെയിലൊക്കെ പോയി റൺവേ ഒക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ തെളിയുന്ന സമയത്ത് ഒന്നും കൂടി ഭംഗി ഉണ്ടാവും കാണാം. അതേപോലെ ഫ്ലൈറ്റ് പൊങ്ങണതും ഇതാ ഇവിടെ കാത്തിരിക്കുകയാണ്. 7:30 ഉണ്ട് ഫ്ലൈറ്റ് കയറുന്നത്. 7:30 കഴിഞ്ഞു, 7:45. അവസാനം നമ്മൾ ഒരുപാട് സമയം ഇവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഈ ഒരു ക്ലൈമറ്റിൽ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര രസം തന്നെ. ശരിക്കും ഇവിടെ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഇവിടെ നമ്മളെ ഇരുത്തുന്നത്. അതേപോലെ കുറേ സമയം ഇരുന്നിട്ട് ഓരോ ഫ്ലൈറ്റ് എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്ന സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലൈറ്റ് ഇപ്പോൾ വരും എന്നുള്ള ഒരു ഇതിലിങ്ങനെ നിൽക്കണം. ഇവിടെ വന്നിട്ട് ഒരു ഫ്ലൈറ്റ് പൊങ്ങണ കാണാതെ പോകാറിഞ്ഞാൽ ഒരു ഭയങ്കര നഷ്ടമായിട്ട് തോന്നുന്നു, എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര സമയം കൂടെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാട്ടോ. അപ്പോൾ അതാ അധിക സമയമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. നമ്മളെ മുന്നിൽ കൂടെ കുറച്ച് സമയം മിസ് ചെയ്ത്, പക്ഷേ എന്നാലും കിട്ടിയിട്ടോ. ഇവിടെ ഇത് കാണാൻ വരുന്നവരോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇവിടുത്തെ സേഫ്റ്റിയാണ്. അത് നിങ്ങളെ കയ്യിൽ തന്നെയാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം നല്ല കുഴികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. ഇതും കണ്ട് നമ്മൾ അപ്പുറത്തുള്ള EMA കോളേജിൻ്റെ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് കയറി കറങ്ങിയാണ്ട് നേരെ നാട്ടിൽ വെച്ച് പിടിച്ചിട്ടോ. നാട്ടിലെത്തിയിട്ട് കറിയൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങി നേരെ വീട്ടിൽ വിട്ടു. ഏതായാലും അൽഹംദുലില്ലാഹ് എന്നൊക്കെ ഉള്ളതിന് ഇൻഷാ അല്ലാഹ് ഇനി ബാക്കി നാളെ നോക്കാം.